ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മിയ സ്പൈസ് വേൾഡ്. കുറേ നാളായില്ല ഈ ചാനലിൽ വീഡിയോ ഇട്ടിട്ട്. റീസെൻ്റ്ലി നമ്മളൊരു പുതിയ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ആയിട്ടേ ഉള്ളൂ. ഇപ്പോൾ കിച്ചണൊക്കെ ഒന്ന് സെറ്റ് ആവാൻ നേരം എടുത്തു. ഇപ്പോൾ എല്ലാം ഒന്ന് സെറ്റായി. ഇപ്പോൾ ബാക്ക് ടു കുക്കിംഗ്, ബാക്ക് ടു വ്ളോഗിങ് ആയിട്ടാ. ക്രിസ്മസ് സീസണൊക്കെ തുടങ്ങാറായില്ലേ? അപ്പോൾ നമുക്കൊന്ന് ഉഷാറാവണ്ടേ? പുതിയ വൈൻ്റെയും കേക്കിൻ്റെയും പിന്നെ മറ്റ് റെസിപ്പീസൊക്കെ ഒന്ന് നമുക്ക് ഉണ്ടാക്കി നോക്കാം. ആസ് യൂഷ്വൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും എനിക്ക് വേണം കേട്ടോ. പിന്നെ കുറേ പേര് വിചാരിക്കുന്നുണ്ടാവും, ഇതെന്താ പുതിയ ശബ്ദമൊക്കെ ഈ ചാനലിൽ? നമ്മുടെ പഴയ സബ്സ്ക്രൈബേഴ്സിന് അറിയാം, യൂഷ്വലി ഞാൻ എൻ്റെ പഴയ വീഡിയോസിൽ മ്യൂസിക് അല്ലെങ്കിൽ ഇംഗ്ലീഷ് വോയിസ് ഓവറാണ് കൊടുക്കേണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നി ഇത് ശരിക്കും വർക്കൗട്ട് ആവണില്ല. എന്നുവെച്ചാൽ നമ്മുടെ മലയാളീസിനും നമ്മുടെ റിലേറ്റീവ്സിനും മലയാളത്തിൽ പറഞ്ഞാലാന്നും ഒരു കണക്ഷൻ ഫീൽ ആവുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും റിക്വസ്റ്റ് പ്രകാരം ഐ ഡിസൈഡഡ് ഞാൻ ഇനി തൊട്ടും മലയാളത്തിൽ വോയിസ് ഓവർ ചെയ്യാമെന്ന്. കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ടാവും, അപ്പോൾ ഒന്ന് ക്ഷമിക്കണേ. പുതിയ വീട്, പുതിയ കിച്ചൺ. അപ്പം നമുക്കൊരു സ്വീറ്റ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്താലോ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു റവ കേസരി ആട്ടാ. ഈ റവ കേസരി നോർമൽ റവ കേസരി അല്ല, പക്ഷേ ഈ കല്യാണത്തിൽ സെർവ് ചെയ്യുന്ന ടൈപ്പ് ഒരു റവ കേസരിയാണ്. തമിഴ്നാട്ടിൽ എല്ലാ കല്യാണത്തിന് അവരൊരു സ്പെഷ്യൽ കേസരി സെർവ് ചെയ്യും. ആ കേസരി വായിൽ വെച്ച ഉടനെ നല്ലൊരു ടേസ്റ്റാവും, നല്ലൊരു ടെക്സ്ചറുമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ടെക്സ്ചർ വരുന്നത് കുറേ നെയ്യും മധുരം ഇട്ടിട്ടാണ്. നമ്മളിപ്പോൾ അത്രയും നെയ്യും ഷുഗർ ഇടാൻ പോണില്ല, പക്ഷേ യൂഷ്വലിനേക്കാളും കുറച്ചൊരു മധുരവും നെയ്യിടും. ഇത് ഡെയിലി ഒന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ. പക്ഷേ എപ്പോഴെങ്കിലും ഒരു ഷുഗർ ക്രേവിങ് ഉണ്ടാവുക, അല്ലെങ്കിൽ പെട്ടെന്ന് വല്ല ഗസ്റ്റുകൾ വരെ, അല്ലെങ്കിൽ വല്ല സ്പെഷ്യൽ ഒക്കേഷൻസിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അതിന് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു കപ്പ് റവ, വറുത്തതാവാം വറുക്കാത്തതാവാം. ഷുഗർ 1 കപ്പ്, പിന്നെ ഒരു 1/4 കപ്പ് നെയ്യ്. എത്ര നെയ്യ് ഇടണോ അത്രയും ടേസ്റ്റ്. ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ വേണം. പിന്നെ നമ്മുടെ യൂഷ്വൽ നട്ട്സ്, ഒരു കാഷ്യൂ നട്ട്സ്, ഒരു 7-8 കാഷ്യൂ നട്ട്സ്, റേസിൻസ് 2 സ്പൂണോളം. പിന്നെ കുറച്ച് കളറിന് വേണ്ടിയിട്ട് കുറച്ച് സാഫ്രനും ഓറഞ്ച് കളറും ആഡ് ചെയ്യും. നിങ്ങൾക്കത് വേണ്ടാന്ന് വെച്ചാൽ ഓറഞ്ച് കളർ ആഡ് ചെയ്യണം എന്നില്ല, ജസ്റ്റ് സാഫ്രൻ മാത്രമായാലും മതി. പിന്നെ ഒരു 3 കപ്പ് ചൂടുവെള്ളം. തുടങ്ങുന്ന മുമ്പ് നമുക്ക് ഫസ്റ്റ് ഒരു ചെറിയ ബൗളിൽ ഇത്തിരി വെള്ളത്തിൽ നമുക്ക് സാഫ്രനും പിന്നെ ആ ഫുഡ് കളറൊന്നും ആഡ് ചെയ്യാം. സാഫ്രൻ ഫ്യൂ സ്ട്രാൻഡ്സ് ഇട്ടാൽ മതി. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഫുഡ് കളറും ആഡ് ചെയ്യാം. ഈ കേസരി കളറിൻ്റെ ഫുഡ് കളർ ഉണ്ടല്ലോ, അത് ഫ്യൂ ഡ്രോപ്സ് ഒന്ന് ആഡ് ചെയ്യാം. ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. പക്ഷേ ഈ കളർ ആഡ് ചെയ്താൽ നല്ലൊരു കളറൊന്ന് വരും. ഇതൊന്ന് മാറ്റി വയ്ക്കുക. ഇനിയൊരു ഡീപ്പ് കടായി ഒന്ന് എടുക്കുക. അത് ചൂടായതിൻ്റെ ശേഷം അതിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചോ. നെയ്യ് ചൂടായ ഉടനെ നമ്മൾ എടുത്തു വെച്ച കാഷ്യൂ നട്ട്സും റേസിൻസും ഒന്ന് വറുക്കാം. ഫസ്റ്റ് നമ്മൾ കാഷ്യൂ നട്ട്സ് ഇടും. ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് ലൈറ്റായിട്ട് ഗോൾഡൻ ബ്രൗൺ ആവണ വരയ്ക്കും വറുക്കും. അതൊന്ന് ഗോൾഡൻ ബ്രൗൺ ആവാൻ തുടങ്ങുമ്പോൾ നമുക്കൊന്ന് റേസിൻസ് ഇട്ടിട്ട് ചേർന്നൊന്ന് വറുത്തെടുക്കാം. റേസിൻസൊക്കെ ഒന്ന് ബുസ്സായ ഉടനെ നമുക്ക് വേഗം തന്നെ സ്റ്റൗ ഒന്ന് മാറ്റാം. പിന്നെ ആ കടായിൽ തന്നെ ആ റിമൈനിങ് ഘീ ഉണ്ടല്ലോ, അതിൽ നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ ഒന്ന് ചൂടായതിൻ്റെ ശേഷം നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഈ റവ ഇതിലേക്ക് ഇടാം. പിന്നെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിനെ മെല്ലെ മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം, ഗോൾഡൻ ബ്രൗൺ ആവണ വരയ്ക്കും. പിന്നെ ഫ്ലെയിം ഒട്ടും കൂട്ടരുത്. പെട്ടെന്ന് ഇത് നമ്മൾ ധൃതിപ്പെട്ട് വേഗം ഒന്ന് ആവാൻ വേണ്ടിയിട്ട് ഫ്ലെയിം കൂട്ടിയാൽ റവ കരിഞ്ഞു പോവും. ബേൺ ആയി കഴിഞ്ഞാൽ ഇതിനൊരു പൊട്ട ടേസ്റ്റാണ്. റവ കരിയാണ്ട് മെല്ലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്നും ഇളക്കി കൊടുത്ത് ഗോൾഡൻ ബ്രൗൺ ആവണ വരയ്ക്കും വെയിറ്റ് ചെയ്യുക. പിന്നെ റവ റോസ്റ്റഡ് റവയായാലും ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യരുത്. അതുകൊണ്ടാണ് നല്ലൊരു അറോമ വരിക. അതിന് ശേഷം റവ ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയതിൻ്റെ ശേഷം ഇതിലേക്ക് നമ്മളൊരു 3 കപ്പ് ഹോട്ട് വാട്ടർ ഒഴിക്കും. പിന്നെ ഈ വെള്ളം ഒഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ. വെള്ളം ഒഴിക്കുമ്പോൾ നമ്മുടെ കയ്യിലൊന്നും തെറിക്കാണ്ട് നോക്കണം. പിന്നെ ഈ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മെല്ലെ മെല്ലെ ഇതിനെ ഇളക്കണം. എന്നാലാണ് ഈ ലംസ് ഒന്നും ഫോം ആവാണ്ട് നല്ല സ്മൂത്ത് ടെക്സ്ചറായിട്ട് കിട്ടുക. പിന്നെ ഇളക്കി ലോ ഫ്ലെയിമിൽ തന്നെ ഒരു 8 മിനിറ്റോളം ഇതിനെ ലോ ഫ്ലെയിമിൽ നന്നായി ഒന്ന് ഇളക്കണം.
അപ്പോഴാണ് നല്ല റവ ഒക്കെ നല്ല കുക്കായിട്ട് നല്ല വിരിഞ്ഞ് വരാം. പിന്നെ സാഫ്രനും പിന്നെ ആ ഫുഡ് കളറും ഒന്ന് ആഡ് ചെയ്യാം. റവ ഒക്കെ ഒന്ന് കുക്കായതിൻ്റെ ശേഷം നമുക്കിനി പഞ്ചസാര ഇടാം. ഞാനിപ്പോൾ എടുത്തേക്കണത് കഷ്ടി 1 കപ്പ് പഞ്ചസാര കേട്ടോ. നിങ്ങൾക്ക് അധികം മധുരം വേണമെന്ന് വെച്ചാൽ ഒരു 1-1.5 കപ്പൊക്കെ എടുക്കാം. പക്ഷെ ഞാനിപ്പോൾ 1 കപ്പേ എടുക്കണുള്ളൂ. എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ സ്വതവേ അധികം മധുരം കഴിക്കാറില്ല. പിന്നെ നമ്മൾ തിരിച്ചും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഷുഗറൊക്കെ ഒന്ന് മെൽറ്റായതിൻ്റെ ശേഷം ഇനി നമുക്ക് ബാക്കിയുള്ള നെയ്യ് ഒരു 2 ടേബിൾ സ്പൂൺ 2-3 ടേബിൾ സ്പൂണോളം നെയ്യ് ആദ്യം ഒഴിക്കുക. ഇതെന്തായാലും ഒഴിക്കണം, എന്നാലാണ് നമ്മൾ വിചാരിച്ച ആ മണവും ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നെയ്യ് ഒഴിച്ച് ഒന്ന് സ്ലൈറ്റായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി മൂടി വെച്ചിട്ട് ലിഡ് കൊണ്ട് മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യാം. ഒരു 5 to 6 മിനിറ്റ്സ് നമുക്കിതിനെ കുക്ക് ചെയ്യാം. ഇപ്പോൾ തന്നെ കിച്ചണൊക്കെ നല്ല മണം കേട്ടോ. ഇപ്പോൾ ഒരു 5 മിനിറ്റ്സ് ആയി. ഒന്ന് നമുക്ക് തുറന്നു നോക്കാം എങ്ങനെയുണ്ടെന്ന്. വാവ്, നമ്മുടെ കേസരിയൊക്കെ നല്ല കുക്കായി നല്ല മണമുണ്ട്. ഇനി നമുക്കൊരു 1/2 ടീസ്പൂൺ ക്രഷ്ഡ് കാർഡമൺ പൗഡർ, ഇലാച്ചിപ്പൊടി ഇടാം. അതും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ വറുത്ത് വെച്ച നട്ട്സ് ഒക്കെ ഇതിന് മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ദെൻ നമ്മുടെ ഡെലീഷ്യസ് കേസരി റെഡിയാണ്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇത് എങ്ങനെയുണ്ടെന്ന്. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, കേസരി സൂപ്പറായിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിൽ നെയ്യൻ്റെ ഇപ്പോഴും കുറച്ച് കുറവുണ്ട്. ഇതിൽ ഇനിയും കുറച്ച് നെയ്യിട്ടാൽ ഇത് ഇനിയും ടേസ്റ്റ് കൂടും. പക്ഷെ മതി. ഇത് പറഞ്ഞ പോലെ എന്നും ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഈ ഷുഗർ ക്രേവിങ്, നമ്മുടെ വീട്ടിൽ സ്വീറ്റ് ഒന്നും ഇല്ലയെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. എന്ന് വെച്ചാൽ എല്ലാ വീട്ടിലും റവ ഉണ്ടാവും, ഉണ്ടാക്കാനും അധികം സമയമില്ല. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ. നിങ്ങൾക്ക് നമ്മുടെ പുതിയ വീടിൻ്റെ റിലേറ്റഡ് വീഡിയോസോ എന്തെങ്കിലും കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു ചാനലും കൂടി ഉണ്ട് കേട്ടോ, ലവ് ഫോർ ഫുഡ് ആൻഡ് ട്രാവൽ. അത് പക്ഷേ ഇംഗ്ലീഷ് ചാനലാണ്. അതിൻ്റെ വോയിസ് ഓവർ മൊത്തം ഇംഗ്ലീഷിലാണ് കൊടുത്തേക്കണേ. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർ ഒന്ന് ആ ചാനലൊന്ന് പോയി വിസിറ്റ് ചെയ്യണേ, പിന്നെ അതിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ താങ്ക് യു ഡിയർ ഫ്രണ്ട്സ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് തോന്നുന്നു. വേഗം തന്നെ വേറെ ഒരു ഇൻട്രസ്റ്റിംഗ് റെസിപ്പിയോ നമുക്ക് വീണ്ടും കാണാം. Until then, take care. Bye.